ഹായ് ഫ്രണ്ട്സ്, ക്രാഷ് ക്രിയേറ്റീവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ വീട്ടിലുള്ളവരെല്ലാവരും ചേർന്നിട്ടൊരു ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മോന് മുന്തിരിത്തോട്ടം കാണണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. അങ്ങനെ പോണ വഴിക്ക് വാഗമണ്ണ് ഒരുപാട് മൗണ്ടൻസ് കണ്ടു. ഒരുപാട് വളരെ മനോഹരമായിട്ടുള്ള മലകൾ കണ്ടു. ഒരുപാട് താഴ്ചയേറിയിട്ടുള്ള വട്ടക്കുന്ന് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ ശരിക്കുള്ള പേര്. ഞങ്ങളിവിടെ ഇറങ്ങിയിട്ട് ഒരുപാട് കുന്നുകളുണ്ട്. പുൽമേടാണ് ഇവിടെ ഉള്ളത്. വട്ടക്കുന്നെന്ന് പറഞ്ഞത്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് എത്തുമ്പോഴേക്കും നല്ല തണുപ്പാണ്. നമ്മൾ ഈ കയറുന്ന സമയത്തിന് നമുക്ക് ചൂട് അനുഭവപ്പെടത്തില്ല. നല്ല തണുത്ത കാറ്റിങ്ങനെ എ സിയുടെ അടുത്തൊക്കെ ഇരിക്കും പോലെയാണ്. ആ ഒരു ഫീൽ കിട്ടും. അതിലും കൂടുതൽ ഫീലാണ് ഇവിടെ. കാണുന്നതൊക്കെ പാറക്കെട്ടുകളാണ്. പിന്നെ ഞങ്ങൾ ഇച്ചിരി നേരം അവിടേക്ക് ഇരുന്നു, ഫോട്ടോസ് എടുത്തു, സെൽഫി എടുത്തു. ഭാഗ്യം കൊണ്ട് മഴ പെയ്തിട്ടില്ല. മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ കൊച്ചുകുട്ടികൾക്ക് കളിക്കാനുള്ള കുഞ്ഞു ബോട്ടുണ്ട്. ബോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട്, ഒരു ടാങ്ക് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെള്ളം നിറച്ച്. അങ്ങനെ ഞങ്ങൾ പോയ സമയത്ത് ബോട്ട് സർവീസ് ഇല്ലായിരുന്നു. ഞങ്ങൾ കയറിയിട്ടില്ല. ഞങ്ങൾ കുഞ്ഞിന് പേടിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അടുത്തത് പോയത് കുമിളി മുന്തിരിത്തോട്ടമാണ്. അതിന് തൊട്ട് ഓപ്പോസിറ്റാണ് വിളവ് ആയി കിടക്കുന്ന മുന്തിരിത്തോട്ടം. അതൊക്കെ നേരിട്ട് കാണാൻ അടിപൊളി കേട്ടോ. അവിടെ തന്നെ വൈനുണ്ട്, മുന്തിരി ജ്യൂസുണ്ട്. അടുക്കി വെച്ചിരിക്കുന്നതെല്ലാം വൈന്, ജ്യൂസ്, അങ്ങനെയുള്ള സ്കോഷ്, അങ്ങനെയുള്ളതൊക്കെ. പിന്നെ കൊച്ചു കുട്ടികൾക്ക് കളിക്കാനുള്ള കുഞ്ഞു പാർക്കുണ്ട്. അടിപൊളിയാണ്. പിന്നെ എൻട്രി പാസ് ഒന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് കയറാം. പിന്നെ വേറൊരു കേസ് വെച്ചാൽ, നമുക്ക് മുന്തിരിത്തോട്ടത്തിലേക്ക് കയറുമ്പോഴേക്കും മുന്തിരിയിൽ തൊടാനോ പറിക്കാനോ അവർ സമ്മതിക്കില്ല. അതായത് ഒരു മുന്തിരിയിലാണ് നമ്മൾ പറിക്കുകയോ തൊടുന്ന സമയത്ത് അത് ഇറന്നു വീഴുകയാണ് ചെയ്താൽ 500 രൂപ നമ്മുടെ നിന്ന് പിഴ ഈടാക്കുന്നതാണ്. അതവർ കയറുമ്പോഴേ പറയും. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെയാണ്, അതെല്ലാം നല്ല പഴുത്ത മുന്തിരിയാണ്. പക്ഷേ ഇത് വേറൊരു കേസെന്ന് വെച്ചാൽ, ഫ്രഷോടെ തരുന്ന സാധനമാണ്, പക്ഷേ കഴിക്കാൻ പറ്റത്തില്ല. കാര്യം അതിലൊരുപാട് കീടനാശിനിയൊക്കെ അടിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ പറിച്ച് കഴിക്കുക എന്നൊക്കെ ഉള്ളതുണ്ടല്ലോ,
ചിലർക്ക് അങ്ങനെയാണ്, ഈ മുന്തിരി പേരയ്ക്ക അങ്ങനെയൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് പറിച്ചങ്ങ് കഴിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതിൽ ഒരുപാട് കീടനാശിനി അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. വീട്ടിൽ കൊണ്ടുവന്ന് ഒരുപാട് പ്രാവശ്യം നല്ല വെള്ളത്തിലും പിന്നെ ഉപ്പൊക്കെ ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം മാത്രമേ കഴിക്കാൻ പറ്റൂ. ഈ കാണുന്നതൊക്കെ കീടനാശിനി അടിച്ച് വെച്ചിരിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ഗുഡ് ബൈ.